വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. പുറം ലോകത്തെത്താൻ ദുരിതയാത്ര നടത്തേണ്ട അവസ്ഥയാണ് മണ്ണേങ്കോട് പ്രഭാപുരം പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക്. പല ഭാഗത്തും റോഡ് പോലുമില്ല, പകരം വലിയ കല്ലുകളും കുണ്ടും കുഴികളും മാത്രം. വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും മണ്ണേങ്കോട് പ്രഭാപുരം പാതയുടെ ദുരവസ്ഥയ്ക്ക് ശമനമായില്ല. ദുരിതയാത്ര നടത്തി വേണം ഇവിടുത്തുകാർക്ക് പുറം ലോകത്തെത്താൻ. മണ്ണേങ്കോട് മുതൽ തുടങ്ങുന്ന റോഡ് തകർച്ച നിലവിൽ മങ്ങമ്പുള്ളി അയ്യപ്പ ക്ഷേത്രം വരെ നീളുന്നു. പല ഭാഗത്തും റോഡ് പോലുമില്ല, പകരം വലിയ കല്ലുകളും കുണ്ടും കുഴികളും മാത്രം. ഒരു മഴ പെയ്താൽ ശക്തമായി ഒലിച്ചു വരുന്ന വെള്ളത്തിലൂടെയും റോഡിൽ ഒളിഞ്ഞിരിക്കുന്ന കുഴികളിലൂടെയും വേണം ഇവിടുത്തുകാർക്ക് യാത്ര ചെയ്യാൻ. 5 കിലോമീറ്ററോളം വരുന്ന പാതയിൽ വലിയ ദുരിതമാണ് നാട്ടുകാർ അനുഭവിക്കുന്നത്. പ്രഭാപുരത്തു നിന്നും മറ്റും കൊപ്പത്തേക്ക് എത്തിപ്പെടാനുള്ള എളുപ്പ വഴി കൂടിയാണിത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങൾക്കടക്കം വലിയ അറ്റകുറ്റപ്പണികൾ നേരിടുന്ന അവസ്ഥയാണെന്നും യാത്രക്കാർ പറയുന്നു. 15 കൊല്ലത്തിന് മീതെയിട്ട് ഈ റോഡിന് ഒരു വർക്കും ചെയ്തിട്ടില്ല. ഈ റോഡിൽ പോണത് വണ്ടിക്കാർക്ക് ഓരോ സാധനങ്ങൾ നേരെയാക്കാനും ബാക്കിയുള്ളതിനാണ് ഉള്ളൂ. കുട്ടികളൊക്കെ പോകുമ്പോൾ വീഴാണ് ബൈക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്ര കാലമായിട്ട് ഈ റോഡ് ഒരു സഞ്ചാരയോഗ്യമാക്കുകയാണെങ്കിൽ നല്ലതാണ്. പഞ്ചായത്ത് ഇതിന്റെ മുകളിലേക്ക് തിരിഞ്ഞു നോക്കണില്ല. റോഡ് തകർന്നതോടെ കാൽനട യാത്രയും ഇതിലൂടെ ദുസ്സഹമാണ്. ഓട്ടോ പോലും ഇതിലൂടെ വരാൻ മടിക്കുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഇന്ന് നാളെ പറഞ്ഞു പോകാനല്ലാതെ ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ എപ്പോഴും അതിൻ്റെ അറിയില്ല. അപ്പോൾ ഈ കൊല്ലം പണിയെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, ഞാൻ ഇതുവരെ എടുത്തിട്ട് കാണാനില്ല. അപ്പുറത്തെ സൈഡിൽ കോറിക്കാരോ പണിയെടുക്കുന്നു ആ ഭാഗത്ത്. ഈ ഭാഗത്ത് ഭയങ്കര ദുരിത, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പ്രശ്നം തന്നെ. ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇറക്കം വരുന്നില്ല. കൃത്യമായി അഴുക്കുചാലില്ലാത്തതും മഴ പെയ്താൽ ശക്തമായി വെള്ളം കുത്തിയൊലിച്ച് പാതയിൽ കുഴികൾ രൂപപ്പെടുന്നതും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പാതയിലൂടെ സഞ്ചരിക്കുന്നവർ കുഴികളിൽ വീഴുന്നതും പതിവാണ്. വാർഡ് മുതൽ അങ്ങോട്ട് മേപ്പോട്ട് നോക്കിയാലേ ഈ റോഡ് നന്നാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് എന്നും പണിയാണ് ഈ റോഡിൽ. ആർക്കാർക്കും ഒരു ഉപകാരമില്ല. ഒരു കുഴിയിൽ നിന്ന് കയറി അടുത്ത കുഴിയിലിറങ്ങണം, അത്രയൊക്കെ തന്നെ. ഇത് എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് റിപ്പയർ ചെയ്യുന്നുണ്ട് അവർ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം റിപ്പയർ ചെയ്തതാണ്. ഇവിടുന്നൊരു കഷ്ണം. ഇനിയിപ്പോൾ അടുത്ത തവണ വരുമ്പോൾ അടുത്ത ഈ കുഴി നികത്തിയിട്ടാവും അടുത്ത പണി ഉണ്ടാവുക. ഇതാണ് ഇവിടുത്തെ റോഡ് പണി. അവർക്കും ജീവിക്കണ്ടേന്ന്. ഈ റോഡ് എത്ര വർഷമായി ഇങ്ങനെ കിടക്കണം? 10-25 വർഷമായിട്ട് CPM-ൻ്റെ ഭരണമാണ് ഈ വാർഡ്. അതിൻ്റെ ഗുണമാണ് ഈ റോഡെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന് മാറ്റി പിടിക്കുക, റോഡ് നന്നാക്കാൻ നോക്കുക, ജനങ്ങൾ ഒന്നിക്കുക, പാർട്ടി നോക്കാതെ ജനങ്ങൾ. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കോറിയിലേക്ക് വരുന്ന വലിയ ടോറസ് വാഹനങ്ങളും പാതയുടെ തകർച്ച രൂക്ഷമാക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. നമ്മുടെ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തു കൂടെ പോകണം, വരെ പോകണം. ഇതിൽ കഷ്ടമായിട്ടുള്ള റോഡ് വേറെ ഉണ്ടാവില്ല. അങ്ങനെ ഈ റോഡ് ഭയങ്കര കഷ്ടമാണ്. ഇവിടെ ഇതിപ്പോ കുറയില്ലേ? 10-15 കൊല്ലത്തോളമായി. ഒരുപാടുണ്ട്. അതേസമയം പാതയുടെ സമഗ്ര വികസനം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് അംഗം ബാലു മാസ്റ്റർ അറിയിച്ചു. MLA, പഞ്ചായത്ത് എന്നിവർ പാതയ്ക്കായി 72 ലക്ഷത്തോളം രൂപ അനുവദിച്ചതായും കോൺക്രീറ്റിംഗും അഴുക്കുചാൽ നിർമ്മാണം അടക്കം പാതയുടെ നവീകരണ പ്രവൃത്തികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മെമ്പർ അറിയിച്ചു.